നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFിൻ്റെ പ്രചാരണ വാർത്തകൾ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. LDFിൻ്റെ ബൂത്ത് തലം മുതലുള്ള യോഗങ്ങൾ മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിൻ്റെയും നേതൃത്വത്തിലാണ് യോഗങ്ങൾ നടക്കുന്നത്. LDF നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ജൂൺ 1 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 9 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം മുൻനിർത്തിയാണ് LDFിൻ്റെ പ്രചാരണം. അതേസമയം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും വലിയ രീതിയിലുള്ള തർക്കമാണ് മുന്നണികൾക്കുള്ളിൽ രൂക്ഷമാക്കുന്നത്. PV അൻവറിനെ UDFിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. UDFും അൻവറും തമ്മിൽ തർക്കം രൂക്ഷമാണ് എന്ന് അൻവറിൻ്റെ വാക്കിൽ വ്യക്തമാണ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ LDF മുന്നോട്ട് വയ്ക്കുന്നു. നിലമ്പൂരിലേത് വലിയ രാഷ്ട്രീയ പോരാട്ടമായി LDF കാണുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. PV അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു വരികയാണ്. അൻവർ നയം വ്യക്തമാക്കിയതിനു ശേഷം മറുപടി തീരുമാനമെന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.